ഈ പറയുന്ന കണ്ടകശനി, ഏഴരശനിയൊക്കെ കറക്റ്റായിട്ട് വേദിക് അസ്ട്രോളജിയിൽ നമുക്ക് കൃത്യമായിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രഹങ്ങളുടെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് അറിയാൻ മേലെങ്കിൽ ഒരു കാരണവശാലും ഇവർക്കിത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ടെലസ്കോപ്പോ ഒന്നുമില്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ ഇവരെങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. രമേശ് സാർ, 27 നക്ഷത്രങ്ങളുണ്ടല്ലോ. ഈ നക്ഷത്രങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ദേവതകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇത് നമ്മളിന്ന് ഇത് ഇപ്പം ഗ്രഹങ്ങളിപ്പം ശനി ഭഗവാനാക്കി വെക്കുക. അപ്പം അങ്ങനെയുള്ള നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ ദേവതകളെ അന്ന് വേദിക് പീരീഡ് മുതൽ അതങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാത്തിനെയും ഒരു ദേവതയാക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഇപ്പം ശനി ഭഗവാനാണ്. ഇപ്പം നമുക്കറിയാം അസ്ട്രോളജിയിൽ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഒരു പ്ലാനറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഒരു ഗോളമായിട്ടാണ് കണക്കൂട്ടുന്നത്. അപ്പം ശനി ഭഗവാനായിട്ട് അതിനെ ചിത്രീകരിക്കുകയും ഇപ്പോൾ നമ്മുടെ ഒരു ശനി ദശാ പീരീഡ് മോശമായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ശനി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അതിനുള്ളൊരു അമ്പലം ഉണ്ടാവും, ശനി ഭഗവാന്റെ അമ്പലങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു വ്യാഴം മോശമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാൻ പറയും. അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു ആള് കൃഷ്ണനായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം അല്ലാതെ അതിനപ്പുറം അതിനൊരു കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ജനങ്ങളുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ്. പക്ഷേ അസ്ട്രോളജിയിൽ അതായത് ഗ്രഹങ്ങളുടെ പൊസിഷന് അതൊക്കെ നിൽക്കുന്നത് ഇതിനപ്പുറം നമ്മുടെ കുറേ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് കൃത്യമായിട്ടാണ് അതിൻ്റെ ഓരോ പൊസിഷൻ ഇത് വെച്ച്. അതുപോലെ തന്നെ നക്ഷത്രങ്ങളിൽ തന്നെ മനുഷ്യഗണം, അസുരഗണം, ദേവഗണം എന്നൊക്കെ പറയാറുണ്ട്. അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് നമ്മൾ ഓരോ നക്ഷത്രത്തിൻ്റെ അത് ഏത് ഗണത്തിൽപ്പെട്ട അത് നമ്മൾ ഈ വിവാഹ സമയത്ത് നാൾപ്പൊരുത്തം നോക്കുമ്പോഴാണ് ആ സമയത്താണ് നോക്കുന്നത്. ഇപ്പം അസുരഗണവും കൂടാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അതുപോലുള്ള ആടിയാവും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ആണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളൊരിത് ഇത് വെറുതെ അങ്ങനെ അങ്ങ് പറഞ്ഞു വെക്കുന്നതല്ല. ഇപ്പം നമുക്ക് അതിൻ്റെ എക്സാമ്പിളുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലതും ഒരിക്കലും വളരെ നന്നായിട്ട് പോകുന്നവരുണ്ടാവാം. കാരണം അത് മാത്രമല്ല, പിന്നെ ഒരു നാൾ മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്രഹങ്ങളുടെ ഇത്രയും പ്ലാനറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇൻഫ്ലുവൻസും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇപ്പം വേറെ ഇപ്പം ഞാൻ പറയുന്നതൊക്കെ ഇപ്പോൾ ഒരാള് പ്രശ്നം ഇതൊരു വഴക്കൊക്കെ ഉണ്ടാകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം രണ്ടുപേരും അതുപോലെ നിന്നാലേ ഉണ്ടാവും. ഒരാൾ ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് സംഭവിക്കില്ല. അപ്പോൾ അത് അവരുടെ ഗ്രഹങ്ങളുടെ ഒരു പൊസിഷൻ വെച്ച് അവർ നല്ല ഒരു ശാന്ത സ്വഭാവമായിട്ടുള്ളൊരു ഇത് മറ്റ് ഗ്രഹങ്ങളുടെ പൊസിഷനൊക്കെ വെച്ചാൽ അവരൊരു ശാന്ത സ്വഭാവം എത്ര അവരുടെ നേരെ തട്ടിക്കയറിയാലും അവർ പ്രതികരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഈ ദേവഗണോ അസുരഗണമാണ് അടിവെക്കുക എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരുന്നാൽ അത് ഒന്നും സംഭവിക്കില്ല അവിടെ. അതുപോലെ തന്നെ ഈ ചില കാര്യങ്ങൾ നമ്മുടെ കേരള ആസ്ട്രോളജി, കേരളത്തിലുള്ള ഈ ഇപ്പൊ ഗുളികൻ പോലുള്ള കാര്യങ്ങൾ കേരളത്തിന് പുറത്തേക്കില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഒരു അസ്ട്രോളജിയിൽ തന്നെ നമ്മൾ ഗുളികൻ്റെ ഒരു ഇത് കണ്ടിട്ടുള്ളൂ അസ്ട്രോളജിയിൽ. ബാക്കി പിന്നെ വേദിക് അസ്ട്രോളജിയിലോ നോർത്ത് ഇന്ത്യയിലുള്ളതോ അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിലോ ഇതിലൊക്കെ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കുറേ ഇതുണ്ട് അസ്ട്രോളജിയിൽ. അപ്പം അവരിലൊന്നും ഈ ഗുളികൻ്റെ ഇത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ചൊവ്വ നമ്മുടെ ഇങ്ങോട്ട് കുറച്ച് പേടിപ്പെടുത്തുന്ന രീതിയിൽ പ്രശ്നക്കാരനാണ്, അതായത് കേരളത്തില്. നമ്മൾ കുറെ കൂടെ ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജാതകം നോട്ടമൊക്കെ നമുക്ക് കുറച്ച് കൂടുതലാണ്. പക്ഷെ അതൊക്കെ ഒരു പഴയ കാലഘട്ടങ്ങളിൽ അതൊന്നും ഇല്ലായിരുന്നു. ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് അത് കുറച്ച് കൂടിയത്. അതായത് ഇപ്പം അറിയാമല്ലോ, രാജഭരണകാലത്ത് സ്വയംവരമായിരുന്നു, അല്ലാതെ ജാതകം നോക്കിയൊന്നും അല്ലായിരുന്നു കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അതാ ഇപ്പോൾ ഒരു ആ മല്ലയുദ്ധത്തിലൊക്കെ ജയിക്കുന്ന ആളൊക്കെ ആയിരിക്കും കല്യാണം കഴിക്കുന്നത്, അല്ലാതെ ജാതകം നോക്കിയല്ല. അതിന് ശേഷമുള്ളൊരു കാലഘട്ടത്തിലാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അത് ചൊവ്വയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ചൊവ്വ ഒരു പാപഗ്രഹമായിട്ട്, അപ്പം നമ്മുടെ ഒരു വിവാഹമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിൻ്റെ 7-ൽ ചൊവ്വ വരിക എന്നൊക്കെ പറയുന്ന 7-ാം ഭാവം മോശമായിട്ട് വരുന്നു എന്നുള്ളൊക്കെ ഒരു ഇതാണ്. അപ്പോൾ അതിന് അതേ തന്നെ പ്രശ്നമുള്ള ഒരാളുടെ ജാതകയെ ചേരുള്ളൂ എന്ന് പറയും, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകുമെന്നൊക്കെ പറയും. അങ്ങനെ അതിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അവരവരുടെ ജാതകമായിട്ട് ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്.
അത് ഇപ്പൊ ഞാൻ മുമ്പ് ചോദിച്ചല്ലോ, ഗുളികൻ നമുക്ക് കേരളത്തിൽ വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. അതായത് ഒരു പ്രശ്നം, ഗുളിക സമയം എന്നൊക്കെ പറഞ്ഞിട്ട് അത് മറ്റുള്ള സ്ഥലത്തേക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാ? മറ്റുള്ള സ്ഥലത്ത് അല്ല, ഇപ്പം ഗുളികൻ എന്ന് പറയുന്നത് ഇപ്പം അസ്ട്രോളജിയിലാണെന്നുണ്ടെങ്കിൽ ഗുളികൻ ഒരു രാശിയിൽ നിൽക്കുന്നതിൻ്റെ ഒരു പൊസിഷനുള്ളൂ. പിന്നെ മലയാളത്തിൽ ചില പ്രയോഗങ്ങളാണ് നാക്കിൽ ഗുളികൻ നിൽക്കുന്ന സമയത്ത് പറയുന്ന ഇതിന്. അപ്പോൾ അത് അവർ പറയുമ്പോഴത്തേക്ക് മോശമായിട്ട് ഇത് സംഭവിക്കുന്നത് നാക്കിൽ ഗുളികൻ നിന്നപ്പോഴാന്നൊക്കെ പറയും. അല്ലാതെ അതിൽ വേറെ ഇതൊന്നുമില്ല, അവരത് അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ, കാരണം വേദിക് അസ്ട്രോളജിയിലാണ്, കാരണം അവർക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം അവർ ഇത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഗുളികനെ കാര്യമാക്കിയിട്ടുണ്ടാവില്ല. ഗുളികനെ കാര്യമാക്കിയിട്ടുണ്ടാവില്ല. സാർ മുമ്പ് പറഞ്ഞല്ലോ വേദിക് അസ്ട്രോളജി. ഈ വേദിക് അസ്ട്രോളജിയുടെ ഒരു പ്രത്യേകത എന്താണ്? അങ്ങനെ പ്രത്യേകതയായിട്ടൊന്നുമില്ല. അത് ഒരു വേദിക് പീരീഡിൽ, അതായത് അത് ശരിക്കും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു വേദങ്ങൾ എഴുതപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായതാണ് വേദിക് അസ്ട്രോളജി. അപ്പോൾ നമ്മൾ അന്നേരം നമ്മുടെ ഒരു ഭൂമിയിലുണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. ആ ഒരു സമയത്ത് ഇവർ വളരെ കൃത്യമായിട്ട് സൂര്യഗ്രഹണങ്ങളും ചന്ദ്രഗ്രഹണങ്ങളും ഒക്കെ അവർ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. ഓരോ ഗ്രഹങ്ങളുടെയും പൊസിഷൻ അവർ കൃത്യമായിട്ടാണ് പറയുന്നത്. ഈ പറയുന്ന കണ്ടകശനി, ഏഴരശനിയൊക്കെ കറക്റ്റായിട്ട് വേദിക് അസ്ട്രോളജിയിൽ നമുക്ക് കൃത്യമായിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രഹങ്ങളുടെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് അറിയാൻ മേലെങ്കിൽ ഒരു കാരണവശാലും ഇവർക്കിത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ടെലസ്കോപ്പോ ഒന്നുമില്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ ഇവരെങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം പിന്നെ നമ്മുടെ ഭൂമിയുടെ പല ഭാഗങ്ങളിലും പല പ്രമുഖർ പോലും ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ് പിന്നീടും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ മുമ്പ് തന്നെ ഇവരൊരു ഗോളമാണ് ഇതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് വരെ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെസ്റ്റേൺ അസ്ട്രോളജിയിലാണെന്ന് തോന്നുന്നു അത് കൂടുതലും. വെസ്റ്റേൺ അസ്ട്രോളജിയൊക്കെ അതിനൊക്കെ ഒരുപാട് കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് വന്നിരിക്കുന്നത്. അവർ ഈ ടെലസ്കോപ്പും ഇതൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് അവർ കറക്റ്റായിട്ടുള്ളൊരു പൊസിഷനൊക്കെ അവർക്ക് പറയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അന്നേരം ഈ വേദിക് അസ്ട്രോളജേഴ്സ് ഒക്കെ പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയൊക്കെ നേരത്തെ മനസ്സിലാക്കിയിരുന്നിരിക്കണം അല്ലേ? പ്രകൃതി ദുരന്തങ്ങൾ എന്നല്ല, അത് പിന്നെ അസ്ട്രോളജി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സാധാരണ ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു അസ്ട്രോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ആ ഒരു രീതിയിലുള്ള ചില അസ്ട്രോളജേഴ്സ് അതൊക്കെ പറയാറുണ്ട്. പൊതുവെ ഇപ്പം വയനാടും അതുപോലെ നമ്മുടെ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് ഇതിനെ കണ്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞ് ഇത് വളരെ മോശമായ രീതിയിലൊക്കെ പറഞ്ഞ് എന്തുകൊണ്ട് ഇന്ന ജ്യോതിഷന് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ജ്യോതിഷന് ഇതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും, കാരണം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യം നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിതിപ്പോൾ പറയാറില്ല, ഇപ്പം നമുക്കിപ്പം മഴ ഇപ്പം അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർ പറയുന്നത് കറക്റ്റായിട്ടാണ് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇപ്പം മനസ്സിലാവും, ഇപ്പം ആണ് അത് കൂടുതൽ മനസ്സിലാകുന്നത്. നമ്മളൊരു 2 കിലോമീറ്റർ അപ്പുറേ ഉള്ള ഒരാളുടെ അടുത്ത് വിളിച്ചു പറയുമ്പോഴത്തേക്ക് ഇവിടെ നല്ല മഴയാണ്, അവിടെ മഴയില്ല. അപ്പോൾ അവർ പറഞ്ഞിട്ട്, അപ്പം നമ്മൾ അവിടെ കാലാവസ്ഥ പ്രവചനം കേട്ട ഒരാൾ നോക്കുന്നത് ഇന്ന് മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പെയ്തില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ ആക്ച്വലി 2 കിലോമീറ്റർ അപ്പുറം പെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ജ്യോതിഷത്തിൽ അവർക്ക് ഒരു കാരണവശാൽ ഈ ഇങ്ങനെയുള്ളൊരു കാര്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയുള്ളൊരു കാര്യം പ്രഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ജ്യോതിഷത്തിൽ നമുക്ക് എർത്ത്ക്വേക്കൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണമായിരുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടത്തുന്ന പ്രവചനങ്ങളാണ് ജ്യോതിഷത്തിൽ നമുക്കത് പറയാൻ പറ്റുന്നത്. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.